ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പാമ്പും കണ്ണാടിയും എന്ന ചെറുകഥയാണ്, സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. Has a snake ever coiled itself round any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. Has a snake ever coiled itself round any part of your body? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബഷീറും ബഷീറിൻ്റെ ഫ്രണ്ട്സും ഇരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബഷീറിൻ്റെ ഫ്രണ്ടായ ഡോക്ടർ, ഹോമിയോപാത്ത്, ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്ന് ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്. എങ്ങനത്തെ പാമ്പ്? എ ഫുൾ ബ്ലഡഡ് കോബ്ര, നല്ല വിഷമുള്ള ഒരു മൂർഖന് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചുറ്റിയിട്ടുണ്ടോ എന്ന് ആരാണ് ചോദിക്കുന്നത്? ബഷീറിൻ്റെ ഫ്രണ്ടായ ഹോമിയോപാത്ത് ഡോക്ടർ ചോദിക്കുകയാണ്. ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോടാണ് ചോദിക്കുന്നത്. ഓൾ ഓഫ് അസ് ഫെൽ സൈലൻറ്റ്. അപ്പോൾ ബഷീർ പറയാണ്, ഹോമിയോപാത്തിൽ നിന്നുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ ഓൾ ഓഫ് അസ് ഫെൽ സൈലൻറ്റ്, ഞങ്ങളെല്ലാവരും എന്തായിപ്പോയി? നിശബ്ദരായിപ്പോയി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപാത്ത്. ഈ ചോദ്യം വന്നത് ആരിൽ നിന്നാണ്? ഒരു ഹോമിയോപാത്തിൽ നിന്നാണ്, ഒരു ഡോക്ടറിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഈ ചോദ്യം വരാനുള്ള കാരണം ഞങ്ങൾ ആ സമയത്ത് എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു? പാമ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോമിയോപാത്തിന് ഒരു കഥ പറയാനുണ്ട്. അപ്പം ബഷീറിൻ്റെ ഫ്രണ്ടായ ഹോമിയോപാത്ത് അവരോട്, ഫ്രണ്ട്സിനോട് എന്ത് പറയുകയാണ്? ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോട് അവിടെ ഇരുന്നിട്ട് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. സ്നേക്കുമായി ഈ ഹോമിയോപാത്തിന് ഒരു രാത്രിയിലുണ്ടായ അനുഭവം ബഷീറിൻ്റെ ഫ്രണ്ടായ ഹോമിയോപാത്ത് പറയുകയാണ്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. അങ്ങനെ ഡോക്ടർ ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു? വളരെ ശ്രദ്ധാപൂർവം കഥ കേട്ടിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഈ കഥ നടക്കുന്ന സമയം ഏകദേശം ഒരു രാത്രി 10 മണിയാണ്. എങ്ങനെയുള്ള രാത്രിയാണ്? നല്ല ചൂടുള്ള വേനൽക്കാലത്തെ ഒരു രാത്രി 10 മണി ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ് ഈ പാമ്പുമായി ബന്ധപ്പെട്ട ഇൻസിഡൻറ്റ്, കഥ നടക്കുന്നത്. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. എൻ്റെ രാത്രി ഭക്ഷണമൊക്കെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് റിട്ടേൺ ടു മൈ റൂം, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ, വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്നും മേൽക്കൂരയിൽ നിന്നും ഞാനൊരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. മേൽക്കൂരയിൽ നിന്നും കേൾക്കുന്ന ശബ്ദം സാധാരണ ഞാൻ കേൾക്കുന്ന വളരെ പരിചിതമായൊരു ശബ്ദമാണ്. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ആ ശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അത് എലിയുടെ ശബ്ദമാണെന്നും. ഈ റൂമിൽ ബഷീറല്ല, ഈ റൂമിൽ ഹോമിയോപാത്ത് ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോടാണല്ലോ കഥ പറയുന്നത്. അപ്പോൾ ഹോമിയോപാത്ത് പറയാണ്, ഞാനും എലികളുമാണ് ഈ റൂം ഷെയർ ചെയ്യുന്നത് എന്നൊരാൾക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഈ റൂമിൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? റൂമിൽ എത്തിയ ഉടനെ തീപ്പെട്ടി എടുത്തിട്ട് ലൈറ്റഡ് ദ കെരോസിൻ ലാമ്പ്, ഞാൻ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ഓൺ ദ ടേബിളിലെ മണ്ണെണ്ണ വിളക്ക് ഞാൻ എന്ത് ചെയ്തു? കത്തിച്ചു. അപ്പോൾ ഹോമിയോപാത്ത് കഥ പറയാണ്. കഥ കേൾക്കുന്നത് ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സാണ് കഥ കേൾക്കുന്നത്. ശ്രദ്ധിക്കുക. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. വീട് വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. അതൊരു ചെറിയ വാടകയ്ക്ക് എടുത്ത റൂമാണ്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വെർ മീഗർ. ഞാനിപ്പം എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏർണിങ്സ് വെർ മീഗർ, എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിലാണെങ്കിൽ, പെട്ടിയിലാണെങ്കിൽ ആകെ 60 രൂപയുള്ളൂ. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്.
പെട്ടിയിലുണ്ടായിരുന്ന മറ്റ് സംഭവങ്ങൾ, കുറച്ച് ഷർട്ടുകളും കുറച്ച് ധോത്തീസ്, മുണ്ട് പോലത്തെ തുണികൾ പോലത്തെ സംഭവങ്ങളാണ് പെട്ടിയിലുണ്ടായിരുന്നത്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് കോട്ടാണ്, വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. അത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ധരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് റൂമിലെത്തി കെരോസിൻ ലാമ്പ് കത്തിച്ചു. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ബ്ലാക്ക് കോട്ട് അഴിച്ചു. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. എന്നതിന് ശേഷം ഞാൻ ഷർട്ട് അഴിച്ചു, അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ബനിയനും അഴിച്ചു, എന്നിട്ട് തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 വിൻഡോസ് ഇൻ ദ റൂം. അങ്ങനെ ഞാൻ റൂമിലുണ്ടായിരുന്ന 2 വിൻഡോസും ഞാൻ എന്ത് ചെയ്തു, തുറന്നു. ഐ ഓപ്പൺ ദ 2 വിൻഡോസ് ഇൻ ദ റൂം. റൂമിലുണ്ടായിരുന്ന 2 ജനവാതിൽ ഞാൻ എന്ത് ചെയ്തു, തുറന്നിട്ടു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് 1 വാൾ ഫേസിങ് ദി ഓപ്പൺ യാർഡ്. അത് ഒരു ഔട്ടർ പുറത്തേക്ക് നിൽക്കുന്ന റൂമായിരുന്നു. അതിൻ്റെ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ യാർഡിലേക്ക്, മുറ്റത്തേക്ക് കാണാൻ പറ്റും. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. അതിൻ്റെ മേൽക്കൂര, ഈ വീടിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ഓടിട്ട മേൽക്കൂരയായിരുന്നു. ദർ വാസ് നോ സീലിംഗ്. ഓടിട്ട മേൽക്കൂരയാണെങ്കിലും അതിന് താഴെ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദറ്റ് ബീം. നിരന്തരം അതിലൂടെ ആര് സഞ്ചരിക്കാറുണ്ട്, എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട്. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബെഡ് എടുത്തിട്ട്, രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ് എടുത്തിട്ട് ഞാൻ ചുമരിനോട് അടുപ്പിച്ചിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ എന്ത് ചെയ്തു, അവിടെ കിടന്നു, പക്ഷേ ഐ കുഡ് നോട്ട് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, എനിക്ക് ഉറക്കം കിട്ടിയില്ല എന്ന് പറയണം. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് പോയിട്ട് കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ വരാന്തയിലേക്ക് പോയി. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദി വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി, ഉറക്കം കിട്ടാഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ കാറ്റിൻ്റെ ദേവത ആ സമയത്ത് റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. പുറത്തും കാറ്റുണ്ടായിരുന്നില്ല, അകത്തും എനിക്ക് ഉറക്കം കിട്ടുന്നൊന്നുമില്ല എന്ന് പറയണം. 5ാമത്തെ പാരഗ്രാഫ്. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ ചെന്ന് അവിടുത്തെ ഒരു കസേരയിൽ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ. അങ്ങനെ ടേബിളിന് താഴെയുള്ള ഒരു ബോക്സ് തുറന്നിട്ട് ടുക്ക് ഔട്ട് എ ബുക്ക്. ഞാൻ ആ ബോക്സിൽ നിന്നൊരു ബുക്ക് പുറത്തേക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഞാൻ എടുക്കുന്നത്. അദ്ദേഹം ഡോക്ടറാണ്, അപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹം എടുത്തു വായിക്കാൻ തുടങ്ങി. ഐ ഓപ്പൺഡ് ഇറ്റ് ആൻഡ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. അങ്ങനെ ഞാൻ ആ പുസ്തകം അവിടെ വെച്ച് തുറന്നു. പിന്നെ ടേബിളിൽ വെച്ചാണ് തുറക്കുന്നത്. ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ്, ഒരു വിളക്കുണ്ടായിരുന്നു, മണ്ണെണ്ണ വിളക്ക്, നേരത്തെ കത്തിച്ച് വെച്ച വിളക്കുണ്ടായിരുന്നു. എൻ്റെ ലാർജ് മിറർ, ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. എ സ്മാൾ കോംബ്, ഒരു ചെറിയ കോംബ്, ചീർപ്പുണ്ടായിരുന്നു. ബിസൈഡ് ദി മിററിനരികിലായിട്ട് എന്ത് കിടക്കുന്നുണ്ട്, ഒരു ചെറിയ കോംബ്, ചീർപ്പും കിടക്കുന്നുണ്ട്. മണ്ണെണ്ണ വിളക്കുണ്ട്, ഒരു വലിയ കണ്ണാടിയുണ്ട്. അതിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ പുസ്തകം വായിക്കാൻ തുടങ്ങുന്നത്. One feels tempted to look into a mirror when it is nearer. കണ്ണാടി അരികിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാളും അറിയാതെ എങ്ങോട്ട് നോക്കിപ്പോവും, കണ്ണാടിയിലേക്ക് നോക്കിപ്പോവും. ഐ ടുക്ക് എ ലുക്ക്. അങ്ങനെ ഞാനും എന്ത് ചെയ്തു, കണ്ണാടിയിലേക്ക് നോക്കി. എൻ്റെ മുന്നിൽ കണ്ണാടിയുണ്ട്, പിന്നെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണെങ്കിലും വിളക്ക് കത്തിച്ച് വെച്ചതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണാടിയിൽ എന്നെ കാണാൻ പറ്റും. അതിനരികിലായിട്ടൊരു ചീർപ്പുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ കണ്ണാടി അരികിലുണ്ടായപ്പോൾ ഞാനും അറിയാതെ എങ്ങോട്ട് തന്നെ നോക്കിപ്പോയി, കണ്ണാടിയിലേക്ക് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ആ സമയത്ത് ഞാൻ നന്നായിട്ട് സൗന്ദര്യം ഒക്കെ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു. ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. എനിക്കും എന്ത് വേണ്ടിയിരുന്നു, ഞാൻ കൂടുതൽ സൗന്ദര്യം വെക്കണമായിരുന്നു, അല്ലേ? ഇതാരാണ് ഇതൊക്കെ പറയുന്നത്? ബഷീറിൻ്റെ ഫ്രണ്ടായ ഹോമിയോപാത്താണ് പറയുന്നത്. ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോട് കഥ പറയാണ്, പാമ്പുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാണ്. എന്നിട്ട് ഇവരോട് പറയാണ്, ഈ ഹോമിയോപാത്ത് പറയാണ്, ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാൻ
കല്യാണം കഴിക്കാത്ത ആ സമയത്ത് ഞാൻ കല്യാണം കഴിക്കാത്ത ഒരാളായിരുന്നു അല്ലേ, ബാച്ചിലറായിരുന്നു. ആൻഡ് വാസ് എ ഡോക്ടർ, ഞാൻ ഡോക്ടറാണല്ലോ. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചീർപ്പ് എടുത്തിട്ട് എൻ്റെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വാർന്ന് പാർട്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാർന്ന് വെച്ചു. അഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോ. ഈ സമയത്തും ഞാൻ മുകളിൽ നിന്ന് എന്ത് കേൾക്കുന്നുണ്ട്? ശബ്ദം കേൾക്കുന്നുണ്ട്. നേരത്തെ വാതിൽ തുറന്ന സമയത്ത് ഞാൻ മുകളിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നു അല്ലേ? ഹോമിയോപാത്ത് ഫ്രണ്ട്സിനോട് കഥ പറയാണ്, മുകളിൽ നിന്നും ശബ്ദം കേട്ടിരുന്നു. ഇപ്പോഴും ഞാൻ മുടിയൊക്കെ ചീകുന്ന സമയത്ത് ഞാനിപ്പോഴും എന്ത് കേട്ടു? ആ ശബ്ദം കേട്ടു എന്ന് പറയണം. 7ാമത്തെ പാരഗ്രാഫ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? കണ്ണാടിയുടെ അടുത്ത് നിന്ന് ഞാൻ നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ പുതിയൊരു തീരുമാനം എടുത്തു. ഫണ്ണി രീതിയിലാണ്, തമാശ രീതിയിലാണ് ഇത് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. കണ്ണാടിയിൽ നോക്കി ഞാനൊരു പുതിയ തീരുമാനം എടുത്തു. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ തിൻ മൊസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഷേവ് ചെയ്യും. ഷേവ് ചെയ്യാൻ മാത്രമല്ല, ഗ്രോ എ തിൻ മൊസ്റ്റാഷ്, ചെറുതായിട്ട് മീശ വളർത്തുകയും ചെയ്യും. ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ ഷേവ് ചെയ്യുകയും ചെറുതായിട്ട് മൊസ്റ്റാഷ് മീശ വളർത്തുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ടു ലുക്ക് മോർ ഹാൻസം, കൂടുതൽ സൗന്ദര്യം വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, സൗന്ദര്യവാനായി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും ഷേവ് ചെയ്യുകയും ചെറുതായിട്ട് മീശ വളർത്തുകയും ചെയ്യും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ, കൂടുതൽ ഒരു അത്യാവശ്യം സൗന്ദര്യ ബോധമൊക്കെ എനിക്ക് ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു ഡോക്ടറാണല്ലോ അല്ലേ. അടുത്ത പാരഗ്രാഫ്, 8ാമത്തെ പാരഗ്രാഫ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. അങ്ങനെ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും ഷേവ് ചെയ്യുകയും ചെറുതായിട്ട് മീശ വളർത്തുകയും ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യുകയാണ്? കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് സ്മൈൽഡ്, പുഞ്ചിരിച്ചു. കണ്ണാടിയിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നോക്കി. ഒരാളുടെ ഏറ്റവും സൗന്ദര്യം പ്രത്യക്ഷമാവുന്ന സമയം എപ്പോഴാണ്? അദ്ദേഹം പുഞ്ചിരിക്കുന്ന സമയത്താണ്. ഞാനും പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. പുഞ്ചിരിക്കുമ്പോഴാണ് ആ ചിരി നല്ല മനോഹരമായ അട്രാക്റ്റീവായിട്ടുള്ള ചിരിയാണെന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? മറ്റൊരു ശക്തമായ എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനം കൂടെ എടുത്തു. 2ാമത്തെ തീരുമാനമാണ്. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എന്ത് ചെയ്യും? ഇനി മുതൽ ആ പുഞ്ചിരി, മനോഹരമായ പുഞ്ചിരി എൻ്റെ മുഖത്ത് നിലനിർത്തും അല്ലേ. നേരത്തെ ഷേവ് ചെയ്യുക എന്നുള്ള തീരുമാനം എടുത്തു. ഇപ്പോൾ 2ാമത്തെ തീരുമാനമാണ് എന്ത്? ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യും? ആ പുഞ്ചിരി എൻ്റെ മുഖത്ത് നിലനിർത്തും. ടു ലുക്ക് മോർ ഹാൻഡ്സം. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഹാൻഡ്സായിട്ട് സൗന്ദര്യം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അല്ലേ. ഞാനൊരു കല്യാണം കഴിക്കാത്ത ആളാണ്, അതിനും പുറമെ ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എന്ത് വേണം? ഒരു ലുക്കൊക്കെ വരുത്തണം എൻ്റെ മുഖത്ത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെയറിലിരിക്കുന്നുണ്ട്, കയ്യിൽ ബുക്കുണ്ട്, കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്, ഇതുപോലത്തെ ഡിസിഷൻസ്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹോമിയോപാത്ത് ഫ്രണ്ട്സിനോട് കഥ പറയുകയാണ്. ഡോക്ടർ ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോടാണ് കഥ പറയുന്നത്. അടുത്തത്, എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. ഇങ്ങനത്തെ ചിന്തകളുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് മുകളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ തവണയാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഒന്നാദ്യം എപ്പോൾ കേട്ടു? അദ്ദേഹം ഭക്ഷണം കഴിച്ച് വരുമ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് ശബ്ദം കേട്ടു. പിന്നെ ഒരു സമയത്ത് കൂടെ അദ്ദേഹം കണ്ണാടിയിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ കേട്ടു. ഇപ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു. ഐ ഗോട്ട് അപ്പ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവിടുന്ന് എഴുന്നേറ്റു. സ്വാഭാവികമായിട്ടും പരിചയമുള്ള ശബ്ദം ആയതുകൊണ്ട് തന്നെ, ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തില്ല? അതിനെക്കുറിച്ച് അത്ര ഗൗനിച്ചില്ല, ശ്രദ്ധിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ്. അവിടുന്ന് എഴുന്നേറ്റിട്ട് ലിറ്റ് എ ബീഡി, സാധാരണ പോലെ ഒരു ഉറക്കമൊക്കെ കിട്ടാഞ്ഞപ്പോൾ ഒരു സിഗരറ്റ്, ബീഡിയൊക്കെ കത്തിച്ചിട്ട്, ലിറ്റ് എന്ന് പറഞ്ഞാൽ കത്തിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്, ലൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ലിറ്റ്. ഐ ഗോട്ട് അപ്പ്, എഴുന്നേറ്റു, ലിറ്റ് എ ബീഡിയൊക്കെ കത്തിച്ചിട്ട്, പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ എന്ത് ചെയ്തു? റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അപ്പോഴാണ് മറ്റൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. നേരത്തെ 2 തീരുമാനങ്ങളെടുത്തു, ഇപ്പം മറ്റൊരു ചിന്ത
ഒരു മനോഹരമായൊരു ആശയം, ഐഡിയ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. ലവ്ലി തോട്ട്, മനോഹരമായൊരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്താണ് ആ ചിന്ത? ഐ വുഡ് മാരി, എനിക്ക് എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് ഗുഡ് എ മെഡിക്കൽ പ്രാക്ടീസ്. ഞാൻ കല്യാണം കഴിക്കും. ഞാൻ എങ്ങനത്തെ ഡോക്ടറെയാണ്, എങ്ങനത്തെ ആളെയാണ് കല്യാണം കഴിക്കുന്നത്? നല്ല പണമുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടറെയാണ് ഞാൻ കല്യാണം കഴിക്കാം. സാധാരണ ഒരു ഡോക്ടറെ അല്ല. എങ്ങനത്തെ ഡോക്ടറെയാണ്? ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി, ഒരുപാട് പൈസ ഉള്ള ഒരു ഡോക്ടറെയാണ് ഞാൻ എന്ത് ചെയ്യുക? കല്യാണം കഴിക്കുക. ഷീ ഹാഡ് ടു ബി വെരി ഫാറ്റ്. നല്ല പണം മാത്രം ഉണ്ടായാൽ പോരാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഭാര്യ നല്ല പണക്കാരിയായിരിക്കണം, പണക്കാരിയായ ഡോക്ടറായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? ഷീ ഹാഡ് ടു ബി ഫാറ്റ്, നല്ല തടിച്ച ഫാറ്റായിട്ടുള്ള ഒരു ഡോക്ടർ കൂടി ആവണം. ഫോർ എ വാലിഡ് റീസൺ, അതിനൊരു കാരണം പറയുന്നുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, അല്ലേ? എന്തിനാണ് തടിച്ച ഡോക്ടർ ആവണം എൻ്റെ ഭാര്യ എന്ന് പറയാൻ കാരണം? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ ചെറുതായിട്ട് മിസ്റ്റേക്കൊക്കെ വരുത്തി കഴിഞ്ഞാൽ, ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ കുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ, അബദ്ധങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് എന്തിനു കഴിയരുത്? എൻ്റെ പിന്നാലെ ഓടി എന്നെ പിടിക്കാൻ കഴിയരുത്. മനസ്സിലായല്ലോ? ഫണ്ണി രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും എൻ്റെ പിന്നാലെ ഓടാനോ എന്നെ പിടിക്കാനോ എൻ്റെ ഭാര്യയ്ക്ക് കഴിയരുത്. ഞാനൊരു മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും സില്ലി മിസ്റ്റേക്സുകളൊക്കെ ഒരു പക്ഷേ വരുത്താം. അപ്പോൾ ഒരിക്കലും അവൾക്ക് എന്തിനു കഴിയരുത്? എൻ്റെ പിന്നാലെ ഓടി എന്നെ പിടിക്കാൻ പറ്റരുത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ നല്ല ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, അല്ലേ? 2 തീരുമാനങ്ങൾ: എല്ലാ ദിവസവും ഷേവ് ചെയ്യുകയും ചെറുതായിട്ട് മൊസ്റ്റാഷ് വളർത്തുകയും പുഞ്ചിരി നിലനിർത്തുകയും മുഖത്ത് എന്നുള്ള തീരുമാനങ്ങൾ എടുത്തു. ആ സമയത്ത് തന്നെ മറ്റൊരു തീരുമാനം കൂടെ എടുത്തു. കല്യാണം കഴിക്കുന്ന സ്ത്രീ നല്ല പണക്കാരിയാവണം, നല്ല തടിച്ച ആളാവണം. തടിച്ച ആളാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പിന്നാലെ ഓടി എന്നെ പിടിക്കാനൊന്നും പറ്റരുത്, ഞാൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ സുന്ദരമായ ചിന്തകളുമായി ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ്, അടുത്ത പാരഗ്രാഫ്, സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇനി കേൾക്കുക. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അങ്ങനെ അതുപോലത്തെ ചിന്തകളുമായിട്ട് ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങൾ, ഇത് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ കസേരയിൽ എൻ്റെ ഇരുത്തം തുടർന്നു. ദർ വർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോവ്. ഇപ്പോൾ മേലെന്ന് എന്ത് കേൾക്കുന്നില്ല? ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. സഡൻലി ദർ കെയിം എ ഡൾ തഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. പെട്ടെന്ന് തന്നെയാണ് താഴെ എന്തോ ഒരു റബ്ബർ ട്യൂബ് താഴേക്ക് വീഴുന്ന പോലത്തെ, റബ്ബറിൻ്റെ ട്യൂബ് താഴേക്ക് വീഴുന്ന പോലത്തെ ഒരു ശബ്ദം ഞാൻ പെട്ടെന്ന് കേട്ടു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഒന്നും പേടിക്കാനൊന്നുമില്ല, അല്ലേ? എന്തോ റബ്ബർ ട്യൂബ് വീണ പോലത്തെ ശബ്ദമാണ് കേൾക്കുന്നത്. ഒന്നും പേടിക്കാനൊന്നുമില്ല, ഹോമിയോപാത്ത് പറയണം. ഈവൺ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്നാലും എന്ത് ചെയ്ത് നോക്കാം? ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും, അല്ലേ? എന്തോ ഒരു റബ്ബർ ട്യൂബ് പോലത്തെ എന്തോന്നാണല്ലോ വീണ്, തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദെൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെയാണ് അവിടെ വന്ന് ചെയറിൻ്റെ ബാക്കിലായിട്ട് എന്ത് വീഴുന്നത്? ചെയർമലായിട്ട് എന്ത് വീഴുന്നത്? പാമ്പ് വീഴുന്നതും അത് എൻ്റെ ഷോൾഡറിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അല്ലേ? ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വേർ സൈമിൾട്ടേനിയസ്. പാമ്പ് എൻ്റെ ഷോൾഡറിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതും എന്താണ് ആ ശബ്ദം എന്നറിയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കുന്നതും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 11ാമത്തെ പാരഗ്രാഫ്. ഐ ഡിഡിൻ ജംപ്, ഐ ഡിഡിൻ ട്രംബിൾ, ഐ ഡിഡിൻ ക്രൈ ഔട്ട്. ഞാനൊന്ന് ചാടുകയോ ട്രംബിൾ ഒന്ന് പേടിച്ച് വിറയ്ക്കുകയോ, ഡിഡിൻ ക്രൈ ഔട്ട് ഒന്ന് ഉറക്കെ കരയുകയോ ചെയ്തില്ല. എന്തേ കാരണം? ചാടാനോ വിറയ്ക്കാനോ കരയാനോ അതൊന്നും ചെയ്തില്ല. അതിനുള്ള കാരണം എന്താണ്? ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് തിങ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നാണ്. അപ്പോഴേക്കും പാമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഷോൾഡറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് മൈ ഷോൾഡർ. പാമ്പ് എന്ത് ചെയ്തു? എൻ്റെ ഷോൾഡറിലൂടെ എഴിഞ്ഞിട്ട് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം എബോവ് ദി എൽബോ. എന്നിട്ട് എവിടെ വന്ന് നിന്നു? എൻ്റെ ഇടത്തെ കൈമുട്ടിന് മുകളിലായിട്ട് പാമ്പ് വന്ന് ചുറ്റി, അല്ലേ? ഏതിലൂടെ എഴിഞ്ഞു പോകുന്നത്? ഷോൾഡറിലൂടെ എഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഇടത്തെ കയ്യിൽ വന്ന് പാമ്പ് ചുറ്റുകയാണ്. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്. അങ്ങനെ പാമ്പ് എന്ത് ചെയ്തു? അതിൻ്റെ പത്തി വിടർത്തി നിന്നു എന്ന് പറയാണ്. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. ഏകദേശം
ഏകദേശം 3-4 ഇഞ്ച് അകലത്തായിട്ടാണ് പാമ്പിൻ്റെ ഹെഡ് നിൽക്കുന്നത്. പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് എൻ്റെ മുഖത്ത് നിന്ന് ഏകദേശം എത്ര ഇഞ്ച്? 3-4 ഇഞ്ച് അകലെയായിട്ടാണ് പാമ്പ് പത്തി വിടർത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നത്, അല്ലേ? ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒന്ന് ചാടാൻ പോലോ അല്ലെങ്കിൽ അനങ്ങാൻ പോലോ കരയാൻ പോലും ഒന്നും പറ്റുന്നില്ല. അത്രയും അടുത്തായിട്ട് പാമ്പ് നിൽക്കുന്നുണ്ട്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദെയർ ഹോൾഡിങ് മൈ ബ്രെത്ത്. ഞാൻ എന്ത് ചെയ്തു? ഞാനവിടെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക മാത്രമല്ല, ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനൊരു കല്ലായി മാറിയിട്ടുണ്ട്. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷേ ഞാൻ കല്ലായി മാറിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സെന്തായിരുന്നു? ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയാണ് ആ സമയത്തും. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. വാതിൽ തുറന്ന് കിടക്കുകയാണ്. നേരത്തെ അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ. വാതിൽ തുറന്ന് കിടക്കുകയാണ്, പുറത്ത് മുഴുവൻ ഇരുട്ടാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിൽ ഇരുട്ടുണ്ട്, പക്ഷേ റൂമിൽ ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിൽ ഞാൻ അവിടെ ഇരുന്നു. എന്തായിട്ട്? ഒരു കല്ല് പോലെ. എന്തിലുള്ള കല്ല് പോലെ? പിന്നെ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഇറച്ചിയാണ്. ഇറച്ചിയിൽ നിൽക്കുന്ന ഒരു കല്ല് പോലെ ഞാൻ എന്ത് ചെയ്തു? അവിടെ അനങ്ങാതിരുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇറച്ചി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിലും ഞാൻ അനങ്ങാതെ സ്റ്റോണായിട്ട് എന്ത് ചെയ്തു? ഫ്ലഷിലെ സ്റ്റോണ് പോലെ അങ്ങനെ ഇരുന്നു എന്ന് പറയാണ്. ഫ്ലഷിലുള്ള ഒരു സ്റ്റോണായിട്ട് ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ഇരുന്നു. I felt then a great presence of the creator of this world and this universe. പെട്ടെന്ന് തന്നെ എനിക്ക് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ഈ ലോകവും പ്രപഞ്ചമൊക്കെ, യൂണിവേഴ്സ് പ്രപഞ്ചം, ലോകവും പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അറിയാൻ പറ്റി. ഗോഡ് വാസ് ദെയർ. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും ഇപ്പം ഇനി ആ സമയത്ത് ദൈവം അവിടെ ഉണ്ട് എന്ന് കരുതി ഞാൻ ദൈവത്തെ ഉറക്കെ വിളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പാമ്പിനത് ഇഷ്ടപ്പെടണം എന്നില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മനസ്സിൽ ഞാൻ ഓ ഗോഡ് എന്ന് എഴുതി. മനസ്സിലെഴുതി, അല്ലേ? വലിയ തെളിഞ്ഞ അക്ഷരത്തിൽ, ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്. തെളിഞ്ഞ അക്ഷരത്തിൽ ഞാൻ ഓ ഗോഡ് എന്ന് മൈൻഡിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ദൈവത്തിനെ വിളിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. വായ കൊണ്ട് തുറന്ന് വിളിച്ചില്ല, മനസ്സിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. 14ാമത്തെ പാരഗ്രാഫ്. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. എൻ്റെ ഇടത്തെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നല്ല വേദന ഉണ്ടായിരുന്നു. ഇടത്തെ കയ്യിലാണല്ലോ പാമ്പ് ചുറ്റിയത്. ഇടത്തെ കയ്യിൽ നന്നായിട്ട് വേദന വരുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലേഡൻ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. അല്ലേ? അത് ഈയം കൊണ്ടുണ്ടാക്കിയ റോഡ് ദണ്ട് എൻ്റെ കയ്യിൽ ചുറ്റിയ പോലെയായിരുന്നു. വെറും ഈയല്ല, അല്ലേ? ഉരുകിയ തീയിൽ ഉണ്ടാക്കിയ, ഈയം കൊണ്ടുണ്ടാക്കിയ റോഡ് എൻ്റെ കയ്യിൽ ചുറ്റിയാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ പാമ്പ് ചുറ്റുന്നത്, അല്ലേ? ചുറ്റി നിൽക്കുന്നത്. പവർഫുള്ളി ക്രഷിങ് മൈ ആം. അതെന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ എൻ്റെ കയ്യിനെ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എന്താ പറയുക, അമർത്തുന്നുണ്ട്. ദ ആം വാസ് സോ ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. അല്ലേ? കയ്യിൻ്റെ മുഴുവൻ ശക്തിയും ക്ഷയിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലേ? വാട്ട് കുഡ് ഐ ഡു? എന്താ ഇപ്പം ഞാൻ ചെയ്യുക? പാമ്പ് ഇടത്തെ കയ്യിൽ കൈമുട്ടിന് മുകളിലായിട്ട് ചുറ്റി നിൽക്കുകയാണ്. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു, അല്ലേ? പാമ്പ് ചുറ്റി നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു അവസരത്തിലാണ് അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ്, ഞാനൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്താൽ, അനങ്ങിയാൽ പോലും ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ, പാമ്പിനെ എന്ത് ചെയ്യും? കടിക്കും. അപ്പോൾ ഞാൻ അനങ്ങാതെ ഒരു സ്റ്റോണായിട്ട്, കല്ലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഇരിക്കുകയാണ്. ഡെത്ത് ലേർക്ഡ് 4 inches away. മരണം ഏകദേശം 4 ഇഞ്ച് അകലത്തായി നിൽക്കുന്നുണ്ട്, അല്ലേ? പാമ്പ് 4 ഇഞ്ച് അകലത്ത് മരണം നിൽക്കുന്നുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 4 ഇഞ്ച് അകലത്തായിട്ട് കുട്ടിയെ വിഷമുള്ള മൂർഖൻ പാമ്പാണ് നിൽക്കുന്നത്, അല്ലേ? സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, അഥവാ ആ പാമ്പ് എന്നെ കടിച്ചാൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? എന്ത് മെഡിസിനാണ് ഇപ്പം ഞാൻ കഴിക്കുക, അല്ലേ? എന്ത് മരുന്നാണ് ഇപ്പം ഞാൻ കഴിക്കുക, അല്ലേ? രാത്രിയാണ്. ദർ വർ നോ മെഡിസിൻസ് ഇൻ ദ റൂം. ഞാൻ ഡോക്ടറാണെങ്കിലും എൻ്റെ റൂമിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു തരത്തിലുള്ള മെഡിസിൻസോ മരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല.
ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഞാൻ ദാരിദ്ര്യം പിടിച്ച മണ്ടനായ വിഡ്ഢിയായ ഒരു ഡോക്ടറാണ് ഞാൻ. എൻ്റെ അടുത്ത് ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. ഐ ഫോഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എൻ്റെ എല്ലാ അപകടമൊക്കെ ആ സമയത്ത് മറന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ഷീണിച്ച ഭാവത്തിലുള്ള ഒരു ചിരി പാസ്സാക്കി എന്ന് പറയുകയാണ്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. എന്തായാലും ആ ചിരിച്ചതുകൊണ്ടോ എന്തോ ആ സമയത്ത് ദൈവം അത് അപ്രീഷിയേറ്റ് ചെയ്തു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. ഓക്കെ, പാമ്പ് എന്ത് ചെയ്തു, അതിൻ്റെ തല എൻ്റെ മുഖത്ത് നിന്നും അവിടെ നിന്നും തിരിച്ചിട്ട് പാമ്പ് എന്ത് ചെയ്തു, ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കാൻ തുടങ്ങി. പാമ്പ് അതിൻ്റെ പ്രതിബിംബം, സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. പാമ്പ് അതിൻ്റെ പ്രതിബിംബം എവിടെ കണ്ടു, കണ്ണാടിയിൽ കണ്ടു അല്ലേ. ആ കണ്ണാടിയിലായിരുന്നു കുറച്ച് മുന്നേ ഡോക്ടർ നോക്കി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടത്. ഇപ്പോൾ പാമ്പ് തൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുകയും അങ്ങോട്ട് നോക്കുകയും ചെയ്യണം. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കുന്ന ആദ്യ പാമ്പ് ഇതാണ് എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. ഡോക്ടർ പറയാണ്, ഹോമിയോപാത്ത് ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സിനോട് പറയാണ്, ശ്രദ്ധിക്കാം. ബട്ട് ഇറ്റ് വാസ് സർട്ടൺ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, പാമ്പ് നോക്കുന്നത് എങ്ങോട്ട് തന്നെയാണ്, കണ്ണാടിയിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. പാമ്പ് നോക്കുന്നത്, പാമ്പ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കറ്റ് ചെയ്യണോ ഇപ്പം അല്ലേ, അതതിൻ്റെ ഭംഗി ആസ്വദിക്കറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് മസ്റ്റാഷ്. അത് പാമ്പ് ഇനി മീശ വളർത്തുന്നതിനെക്കുറിച്ചാവോ ആലോചിക്കുന്നത് അല്ലേ. മസ്റ്റാഷ്, ഗ്രോയിങ് മസ്റ്റാഷ്, മീശ വളർത്തുന്നതിനെക്കുറിച്ചായിരിക്കുമോ, അതതിൻ്റെ പുതിയ അതുപോലത്തെ ഞാൻ നേരത്തെ എടുത്ത പോലത്തെ തീരുമാനം എടുക്കുകയായിരിക്കുമോ പാമ്പ്. ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര, കണ്ണെഴുതുന്നതിനെക്കുറിച്ചുള്ളതായിരിക്കുമോ പാമ്പിൻ്റെ പുതിയ തീരുമാനം. കണ്ണാടിയിൽ നോക്കിയിട്ട് അതായിരിക്കുമോ പാമ്പ് ചിന്തിക്കുന്നത് ഈ സമയത്ത്. ഓർ വെയറിങ് വേർമില്യൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, തലയിൽ സിന്ദൂരം, നെറ്റിയിൽ സിന്ദൂരം അല്ലെങ്കിൽ പൊട്ട് തൊടുന്നതിനെക്കുറിച്ച് അതുപോലത്തെ ചിന്തകളാവും ഇപ്പോൾ പാമ്പിൻ്റെ ഉള്ളിൽ എന്ന് ഹോമിയോപാത്ത് ഡോക്ടർ ചിന്തിക്കുകയാണ് അല്ലേ. ആ ചിന്ത ആയിരിക്കും പാമ്പിൻ്റെ ഉള്ളിൽ എന്ന് ഡോക്ടർ കരുതുകയാണ്. 17 ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൺ. ഏതായാലും പിന്നെ എനിക്കതിനെക്കുറിച്ചൊന്നും ഉറപ്പില്ല അല്ലേ. ഫോർ സർട്ടൺ എന്ന് പറഞ്ഞാൽ ഷുവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൺ. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഉറപ്പില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്, വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, അത് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം, ഏത് ലിംഗമാണ് പാമ്പ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഉറപ്പില്ല. ഐ വിൽ നെവർ നോ. ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്. അങ്ങനെ പാമ്പ് എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ചുറ്റഴിച്ചിട്ട്, അൺവൂണ്ട് ചെയ്തിട്ട് ചുറ്റഴിച്ചിട്ട് പാമ്പ് എന്ത് ചെയ്തു, നേരെ എൻ്റെ ലാപ്പിലേക്ക്, എൻ്റെ മടിയിലേക്ക് പോവുകയാണ്. ഫ്രം ദെയർ, അവിടെ നിന്ന് എൻ്റെ മടിയിൽ നിന്ന് ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ. പാമ്പ് എങ്ങോട്ട് നീങ്ങി, ടേബിളിലേക്ക് നീങ്ങി. ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ, എന്നിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് ചുറ്റഴിച്ചു, ലാപ്പിലേക്ക്, മടിയിലേക്ക് നീങ്ങി, മടിയിൽ നിന്നും കണ്ണാടിയുടെ അടുത്തേക്ക്, ടേബിളിലുള്ള കണ്ണാടിയുടെ അടുത്തേക്ക് പാമ്പ് നീങ്ങി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. അതെന്തിനായിരിക്കും ഒരു പക്ഷേ പാമ്പിന് അതിൻ്റെ സൗന്ദര്യം കൂടുതൽ അടുത്തുനിന്ന്, കണ്ണാടിയുടെ അടുത്ത് നിന്ന് ആസ്വദിക്കാനായിരിക്കും ഒരു പക്ഷേ പാമ്പ് എന്ത് ചെയ്തത്, കണ്ണാടിയുടെ അടുത്തേക്ക് പോയത്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഇപ്പം ഞാൻ എന്തല്ല ഒരു പിന്നെ ഗ്രാനൈറ്റിൽ കട്ട് ചെയ്ത ഒരു സ്റ്റോൺ, ഒരു ഇമേജ് അല്ല അല്ലേ. ഓ സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഇപ്പം എനിക്ക് എന്ത് വന്നിട്ടുണ്ട് അല്ലേ, ഞാൻ രക്തവും ഇറച്ചിയൊക്കെ ഉള്ള ഒരാളായി മാറിയിപ്പം. പാമ്പ് എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ ശരീരത്തിൽ ബ്ലഡും ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ കല്ലായി ഇരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത്. അങ്ങനെ അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ശ്വാസമൊക്കെ അടക്കി പിടിച്ചിട്ട് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. വലിയ കസേരയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എഴുന്നേറ്റു. ഐ ക്വയറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദി ഡോർ ഇൻ ടു ദ വരാന്ത. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വെല്ലെ വരാന്തയിലേക്ക് നിശബ്ദമായിക്കൊണ്ട്, ശബ്ദം ഉണ്ടാക്കാതെ വരാന്തയിലേക്ക് പോയി. ഫ്രം ദെയർ, അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എന്നിട്ട് പിന്നെ യാർഡിലേക്ക്, മുറ്റത്തേക്ക് ഒരു ഒറ്റ ചാട്ടവും, എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പാമ്പ് ശരീരത്തിൽ നിന്നും വിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് പോയി എന്ന് കണ്ട ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഹോമിയോപാത്ത് ഡോക്ടർ എന്ത് ചെയ്തു, വെല്ലെ വരാന്തേക്ക് വരികയും അവിടെ നിന്ന് ഒരു ഒറ്റ ചാട്ടം മുറ്റത്തേക്ക്, എന്നിട്ട് നേരെ എവിടേക്ക് പോയി, തിരിഞ്ഞു നോക്കാതെ ഓടി. 19 പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഫ്യൂ ഈച്ച് ഓഫ് അസ്
ഹീവ്ഡ് എ സൈ ഓഫ് റിലീഫ്. ഞങ്ങളെല്ലാവരും ഒരു ആശ്വാസത്തിൻ്റെ ഒരു ശ്വാസം എടുത്തു എന്ന് പറയണം. ഞങ്ങളെല്ലാവരും, ബഷീർ പറയാണ്, ഞങ്ങളെല്ലാവരും ഒരാശ്വാസത്തിൻ്റെ ശ്വാസം എടുത്തു. ഓൾ ഓഫ് എസ് ലിറ്റ് ബീഡീസ്. ഞങ്ങളെല്ലാവരും എന്ത് കത്തിച്ചു? ഒരു സിഗരറ്റ് കത്തിച്ചു. എല്ലാവരും ബീഡി കത്തിച്ചു. സിഗരറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബീഡീസ് കത്തിച്ചു. സംബഡി ആസ്റ്റ്. അങ്ങനെ ഞങ്ങളെ കൂടെയുള്ള, ബഷീർ പറയാണ്, ഞങ്ങളെ കൂടെയുള്ള ഒരാൾ ഡോക്ടറോട് എന്ത് ചോദിച്ചു? ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? ഓ ഡോക്ടർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യ നല്ല തടിച്ച ആൾ തന്നെയാണോ, അങ്ങനത്തെ ആളെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഹോമിയോപാത്തിനോട് ചോദിച്ചു. അപ്പോൾ ഹോമിയോപാത്ത് പറയാണ്, നോ, ദ ഡോക്ടർ സെഡ് ഗോഡ് വിൽ അതർവൈസ്. ദൈവം എനിക്ക് വിധിച്ച് നൽകിയത് എന്താണ്? നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. തടിച്ച ഒന്നിനെ എനിക്ക് കിട്ടിയില്ല എന്ന് പറയണം. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. നല്ലൊരു ഓട്ടക്കാരിയാണ് എൻ്റെ ഭാര്യ, അല്ലേ? ഒരു ഓട്ടക്കാരിയുടെ കഴിവ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളായിട്ടാണ് എൻ്റെ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന വൈഫിനെയാണ്. അങ്ങനത്തെ ഒരാളെയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, സമൺ എൽസ് ആസ്റ്റ്. കഥ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ, ഡോക്ടർ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ചോദ്യം ചോദിക്കുകയാണ്. ഒരാൾ ചോദിച്ച ചോദ്യം എന്താണ്? ഭാര്യ നല്ല തടിച്ച ആണോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ ആൾ ചോദിക്കുകയാണ് സമൺ എൽസ് ആസ്റ്റ്. ശ്രദ്ധിക്കുക അവിടെ, ഡോക്ടർ വെൻ യു റാൻ, അന്ന് നിങ്ങൾ ഓടിയല്ലോ, പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോയതിന് ശേഷം നിങ്ങൾ ഇറങ്ങി ഓടിയല്ലോ. ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? അന്ന് പാമ്പ് നിങ്ങളുടെ പിന്നാലെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. 20ാമത്തെ പാരഗ്രാഫ്. അപ്പോൾ ഡോക്ടർ അതിന് മറുപടി കൊടുക്കുകയാണ്, ഐ റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. ഞാൻ അന്ന് എന്താ ചെയ്തത്? പാമ്പെൻ്റെ പിന്നാലെ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാൻ അവിടുന്ന് ഓട്ടം തുടങ്ങിയിട്ട് ആ ഓട്ടം അവസാനിപ്പിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ ഓടിയത്. ഇമ്മീഡിയറ്റ്ലി അവിടെ എത്തിയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ശരീരത്തിൽ എന്ത് തേച്ചു? എണ്ണ തേച്ചിട്ട് ടുക്ക് എ ബാത്ത്. ഞാൻ ഉടനെ തന്നെ കുളിച്ചാണ്. ശരീരാസകലം എണ്ണ തേച്ച് ഞാൻ എന്ത് ചെയ്തു? കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. മാത്രമല്ല ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചു. അവിടെ എത്തി, ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ട് ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട്സ് ആൻഡ് വൺ ഓർ ടു അതേഴ്സ് ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദെയർ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടും പിന്നെ 2-3 ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയി. ആ റൂം ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ അങ്ങോട്ടേക്ക് പോയി, സാധനങ്ങൾ മാറ്റാൻ വേണ്ടി ആ റൂമിലേക്ക് പോയി. ബട്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി, അല്ലേ? പിറ്റേ ദിവസം ഒരു 8:30 മണിക്കാണ് പോണത്. ആ സമയത്ത് ചെന്നപ്പോൾ എന്ത് മനസ്സിലായി? അവിടെ പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ മാറ്റണമെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് ഐ തിങ്സ്. അവിടുത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇങ്ങോട്ട് പോയി, ഏതോ ഒരു കള്ളന് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. ആ റൂമൊക്കെ നല്ല ക്ലീനായി, ഒരു സാധനങ്ങളും ഇല്ല, നല്ല നീറ്റായി നിൽക്കുന്നുണ്ട്. ബട്ട് നോട്ട് റിയലി ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. പക്ഷേ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് തീഫ് അവിടെ ഒരു സാധനം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. എന്താണ്? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ഡ്. എന്താണതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞാൽ ബഷീർ ചോദിച്ചു, അല്ലേ? ആരോടാണ് ചോദിക്കുന്നത്? ഹോമിയോപാത്തിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയാണ്, മൈ വെസ്റ്റ് ദ ഡേർട്ടി വൺ. അവിടെ ഉപേക്ഷിച്ചത് എന്താണ്? ഹോമിയോപാത്ത് പറയാണ്, എൻ്റെ ചളി പിടിച്ച എൻ്റെ വെസ്റ്റ് ബനിയൻ, ഞാൻ നേരത്തെ അഴിച്ചിട്ട ആ ബനിയൻ അവിടെ ഇട്ടിട്ടാണ് കള്ളൻ പോയത്. ബാക്കി എല്ലാ സാധനങ്ങളും കള്ളൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്. അത്രയും വൃത്തിബോധമുള്ള കള്ളനായിരുന്നു എന്നാണ് പറയുന്നത്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അല്ലേ? ആ റാസ്കലിന് അത് നല്ല സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയിട്ട് എന്ത് ചെയ്യാമായിരുന്നു? ആ ബനിയൻ ഉപയോഗിക്കാമായിരുന്നു. വെറുതെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അതിവിടെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാണ്. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അങ്ങനെ വീണ്ടും ഒരാൾ ചോദിച്ചു, നിങ്ങൾ അടുത്ത ദിവസം അവിടെ ചെന്നപ്പോൾ പാമ്പ് അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു, അവിടെ കണ്ടോന്ന്. അപ്പോൾ ഇയാൾ പറയാണ്, ഹോമിയോപാത്ത് ഡോക്ടർ പറയാണ്, ദ ഡോക്ടർ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയാം, ഐ ഹാവ് നെവർ സീൻ ഇറ്റ്. ഞാൻ അതിനെന്ത് ചെയ്തിട്ടില്ല, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അത് അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യത്തിൽ മുഴുകി സൗന്ദര്യ ലോകത്ത് ജീവിക്കുന്ന ഒരു പാമ്പായിരുന്നു അത് എന്ന് പറയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ വോക്കുകളും ഡിസ്കോഴ്സസുകളും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് വഴി ചെയ്യുന്നതാണ്. താങ്ക് യു.